പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഫിനാൻഷ്യൽ ഗോള് എന്നത്. ശരിക്കും എന്താണ് ഈ ഫിനാൻഷ്യൽ ഗോള് എന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെയാണ് ഫിനാൻഷ്യൽ ഗോള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വരാൻ പോകുന്ന ചിലവുകളെ മുൻകൂട്ടി കണക്കാക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് അഥവാ ഫിനാൻഷ്യൽ ഗോള് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മക്കളുടെ വിവാഹം, വീട് വെക്കുന്നത്, കാറ് വാങ്ങുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഫിനാൻഷ്യൽ ഗോളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഗോള് ഇല്ലാത്ത ആളുകൾക്കാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ കടക്കെണിയിൽ പെടുന്നത്. സാധാരണയായി ഗോളുകളെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം പൊതുവായി. ഒന്ന് ഷോർട്ട് ടൈം ഗോള്, രണ്ട് മിഡ് ടൈം ഗോള്, മൂന്ന് ലോങ് ടൈം ഗോള് എന്നത്. ഷോർട്ട് ടൈം ഗോള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് 1 വർഷം മുതൽ 3 വർഷം വരെ കാലയളവിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ് ഷോർട്ട് ടൈം ഗോളിൽ ഉൾപ്പെടുത്തുന്നത്. മിഡ് ടൈം ഗോളിൽ ഉൾപ്പെടുത്തുന്നത് 3 വർഷം മുതൽ ഒരു 5 വർഷം വരെ ഉള്ള കാലയളവിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മിഡ് ടൈം ഗോളിൽ ഉൾപ്പെടുന്നത്. ലോങ് ടൈം ഗോള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 5 വർഷം മുതലോ അല്ലെങ്കിൽ 6 വർഷം മുതൽ ഒരു 15 വർഷം വരെ ഉള്ള കാലയളവിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ലോങ് ടൈം ഗോളിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങളും ഇത്തരത്തിലൊരു 3 ഗോള് തയ്യാറാക്കി എല്ലാ മാസവും കൃത്യമായിട്ടുള്ള ഒരു തുക ഈ ഗോളിലേക്ക് സേവ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് മറികടക്കാൻ അത് നിങ്ങളെ സഹായിക്കും.